2019-ലും 2022-ലും 2024-ലും ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് എക്കണോമിക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സർവേയിൽ നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ട്? റീപർച്ചേസിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ ഏതാണെന്നുള്ള സർവേയില് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങി ഉപയോഗിക്കുകയും ചോദിച്ചുപയോഗിക്കുകയും വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രൊഡക്റ്റ് എലമെന്റ്സ് വെൽനെസിൻ്റെതാണെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ്. ഒരു മഴ പെയ്തപ്പോൾ പാടത്ത് ഒരുപാട് സസ്യങ്ങൾ മുളച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ കുഴിച്ചിട്ടതും വിതറിയതും അല്ലാത്തതുമായ ധാരാളം ചെടികൾ മഴ പെയ്തപ്പോൾ മുളച്ചിട്ടുണ്ട്. അപ്പൊ ആ മുളച്ചു പൊന്തിയതെല്ലാം നമുക്ക് ഉപകാരപ്രദമാണോ? അല്ല. ചിലപ്പോ നമ്മളെ കൃഷിയെ നശിപ്പിക്കുന്നതാവും. അതിനാണ് കളകൾ എന്ന് പറയുക. എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും കളകളാകുന്ന ചില ചിന്തകൾ മുളച്ചു പൊന്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യലാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ലക്ഷ്യം. നമ്മൾ വളരുന്നതിനും നമ്മൾ മുന്നോട്ട് പോകുന്നതിനും നമ്മൾ വിജയിക്കുന്നതിനും തടസ്സമാകുന്നവയെ ഇല്ലായ്മ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത്, ആദ്യം അതിനൊക്കെ വേണ്ടത് ഒരു വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡും ഗ്രാറ്റിറ്റ്യൂഡും, അയാളുടെ മനോഭാവവും അയാളുടെ നന്ദിയുടെ മനോഭാവവും രണ്ടും ചേർന്ന് നിൽക്കണം ഏത് സമയത്തും. ഞാൻ പറഞ്ഞു, ഉമർ ഉസ്താദിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്റെ ലീഡേഴ്സായ എല്ലാവർക്കും വേണ്ടി ഞാൻ കടപ്പെട്ട് നിൽക്കുന്നു എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. എങ്ങനെയുള്ള ലീഡർ ആവട്ടെ. ചില ലീഡേഴ്സിന് ലീഡേഴ്സ് ക്വാളിറ്റി ഉണ്ടാവില്ല. അതിന് നിങ്ങൾ പരിഭ്രാന്തരാവണ്ട. എന്റെ ലീഡർ മീറ്റിങ്ങിലൊന്നും വരുന്നില്ലല്ലോ, എന്റെ ലീഡർ ട്രെയിനിങ്ങിലൊന്നും കാണുന്നില്ലല്ലോ, ടെൻഷൻ ഒന്നും വേണ്ട. ഞങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ ആരെന്നെ ആയാലും വേണ്ടില്ല, ഞങ്ങൾ എന്നും ഇതിൽ പങ്കെടുക്കുന്ന, ഞങ്ങളിത് ഇഷ്ടപ്പെടുന്ന, ഞങ്ങളിത് വേണമെന്ന് കരുതുന്ന, ഞങ്ങളിത് വിജയിച്ചേ അടങ്ങൂന്ന് തീരാത്ത മോഹത്തോടെ ഉറച്ചു തീരുമാനിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഉമർ ഉസ്താദിനെ പോലെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മളെ മോർണിംഗ് മീറ്റിൽ നമ്മളുടെ ഫാമിലിയിൽ ഒരാൾ പോലും ഒരു ലീഡർ ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അങ്ങനെ അവസരവും ഇല്ല അവർക്ക്. നിങ്ങൾ 4 ലീഡർമാരെടുത്ത് നോക്കിയപ്പോൾ 4 ആളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ 5ാമത്തെ ഒരാളുണ്ടല്ലോ. എന്റെ ലീഡർ ഇല്ലാതെ ഞാനെങ്ങനെ വിജയിക്കും? അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ ഒരാളെ കണ്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണ്ട. ഡിപ്പെൻഡിങ് സോണിൽ നിന്ന് നിങ്ങൾ എന്ന് ബ്രേക്ക് ചെയ്ത് പുറമേക്ക് ചാടാൻ നിങ്ങൾക്ക് കഴിയോ എങ്കിൽ നിങ്ങൾ പുതിയ ജീവിതം കണ്ടെത്തിക്കും. കോഴിമുട്ടന്റെ ഉള്ളിൽ 22 ദിവസം കഴിഞ്ഞിട്ടും കോഴിക്കുട്ടി പറയാണ്, എനിക്ക് അത്യാവശ്യം തിന്നാനൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ, ഞാൻ എന്തിനാണ് വെറുതെ പുറത്തേക്ക് പോണേ? അവിടെ എന്തിനാ പ്രശ്നം? എന്തിനാ ആവശ്യം? എന്താ? എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാ പോരെ. പക്ഷെ ദൈവം വിചാരിച്ചത് അങ്ങനല്ല. നീ 22 ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് വരണം, എനിക്ക് വേറൊരു ലോകം കാണിച്ചു തരലാണ് എന്റെ ഉദ്ദേശം. ഇതിനെ ഉൾക്കൊള്ളാനുള്ള മനോഭാവവും കഴിവും ശക്തിയും എനിക്ക് ഈ പ്രകൃതത്തിൽ കിട്ടാൻ പറ്റൂല. അതുകൊണ്ട് തൽക്കാലം കോഴിമുട്ടന്റെ ഉള്ളിൽ നിൽക്ക്. ഇനി പുറത്തേക്ക് വരുന്ന സമയത്ത് നിനക്ക് ഒറ്റക്ക് ഇര തേടി പിടിക്കാനൊന്നും കഴിവില്ല. ചുണ്ടുണ്ടെന്നേ ഉള്ളൂ. ആ ചുണ്ടോണ്ട് എനിക്കൊന്നും പിടിക്കാൻ കഴിയൂല. അതിനെനിക്ക് തള്ളന്റെ ഒരു കീഴിൽ ഒതുങ്ങി നിന്നെങ്കിലേ കഴിയുള്ളൂ. അതിന് തൽക്കാലം എന്ത് ചെയ്യണം? പരുന്ത് പിടിക്കാതെ, കാക്ക പിടിക്കാതെ, പക്ഷികൾ പിടിക്കാതെ, പാമ്പ് പിടിക്കാതെ അത് സംരക്ഷിക്കപ്പെട്ട് നിൽക്കണമെങ്കിൽ തള്ള പറഞ്ഞത് കേൾക്കണം അല്ലെ? തള്ളയുടെ ചിറകിനടിയിലേക്ക് എപ്പോൾ ഓടിയെത്തുന്നോ, തള്ളയെ എപ്പോൾ ശരണം പ്രാപിക്കുന്നു, തള്ളയുണ്ട് എനിക്കെന്ന ബോധത്തിൽ കുട്ടി കളിക്കാൻ ഇറങ്ങുന്നു, അങ്ങനെ ഇനി പേടിക്കണ്ട, തള്ള ശ്രദ്ധിച്ചോളും. ഇനി അത്യാവശ്യം ഞാനൊക്കെ നടക്കാനും ഓടാനും പാറാനും ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നി തള്ള പറഞ്ഞത് കേൾക്കാതെ കുറച്ച് അപ്പുറം പോയാൽ ഒരു പരുന്ത് വരുമ്പോൾ തള്ളയുടെ സിഗ്നൽ കേൾക്കൂല. പരുന്ത് വരുമ്പോ തള്ള സിഗ്നൽ ഇട്ടു, വരി, നമ്മളുടെ ഒരു ശത്രു നമ്മളെ വട്ടമിട്ട് കറങ്ങുന്നുണ്ട്, വേഗം ഓടി വരി എന്ന് പറയുമ്പോൾ ഓടി എത്താനുള്ള സമയം കിട്ടാത്ത ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കാക്കയുടെ കെണിയിലോ പരുന്തിന്റെ പിടിയിലോ അണയപ്പെടും. അവിടെയാണ് ലീഡർഷിപ്പ്. ലീഡർ പറയുന്നത് കേൾക്കണം. ലീഡർ ഇല്ലേ നിങ്ങൾക്ക് ലീഡർ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളോട് ചോദിച്ചോളൂ, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്ന് പോലും എന്റെ ലീഡർ ഇവിടെ റൂമിൽ ഇല്ല, എന്റെ ലീഡർ ഇന്ന് പോലും എന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊന്നും ഫോൺ വിളിച്ചിട്ടില്ല, ഇന്നലെ പോലും വിളിച്ചിട്ടില്ല, ഒരു പെരുന്നാൾ സന്ദേശം പോലും തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കരുതിയിരിക്കല് നമ്മളെ മോശമാണ്. നമ്മൾ മാറി ചിന്തിക്കുക. എനിക്ക് ഒരാളെ ആവശ്യമില്ല, 2 കൈയും കാലും തന്ന് എന്നെ ദൈവം ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ എനിക്കറിയാം എന്ന് നമ്മൾ ചിന്തിക്കാം. വേറെ ഒന്നും ചിന്തിക്കണം. ഡിപ്പെൻഡിങ് സോൺ, ഇന്റർ ഡിപ്പെൻഡിങ് സോൺ, ഇൻഡിപെൻഡന്റ് സോൺ. അത് എഴുതിയേക്കണം. കരീം സാറൊക്കെ എഴുതിയേക്കണ ആൾക്കാരാ. ഇൻഡിപെൻഡന്റ് ശ്രദ്ധിക്കാം. ഡിപ്പെൻഡിങ് സോൺ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്ന സമയം മൈ ലൈഫിലൂടെ എന്നല്ല ഏത് ഘട്ടത്തിലും കടന്നു പോകും.
അത് ഫസ്റ്റത്തെ ഒരു 2 വർഷമൊക്കെ വേണ്ടിയുള്ളൂ. അതിന് ഡിപ്പെൻഡ് ചെയ്യാം. ഒരാളൊരു ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം കിട്ടൂലെങ്കിൽ അത് ലീഡറോട് ചോദിക്കാതെ പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അല്ലെങ്കിൽ അടുത്ത GTS നമുക്ക് പോകുമ്പോ ഈ സംശയം തീർക്കാം. ലീഡേഴ്സ് ഒരുപാട് ഉണ്ടാവുകയാണ്. ഒരാളല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരും ഇതിന് ഉത്തരം. നമ്മളുടെ ടീം തന്നെ ആവണമെന്നൊന്നുമില്ല. ഇപ്പൊ ഞാനൊക്കെ GTS ചെല്ലുമ്പോ എന്റെ അടുത്ത് ഏതൊക്കെയോ ടീം വന്നിട്ട് പല സംശയം ചോദിക്കാം. അവിടെ ഞാൻ അയാൾക്ക് നിങ്ങളെ ലീഡറോട് ചോദിച്ചു നോക്കി. അത് എന്നോട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. കാരണം അവിടെ ലീഡേഴ്സ് ഞങ്ങൾ ഒന്നാണ്. അതേസമയം നിങ്ങൾ എന്നോട് മൊബൈലിലൂടെ എല്ലാം ചോദിച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞു തരൂല. കാരണം എന്താ, നിങ്ങൾ വിചാരിക്കും ഞാനാണ് നിങ്ങളെ ലീഡർ എന്ന് ഭാവിയില്. അങ്ങനെ ചിന്തിച്ചാൽ അത് തെറ്റാവും. അപ്പൊ പറഞ്ഞു തരൂല. അത് തൽക്കാലം ഒന്ന് പറഞ്ഞു തരും, നിങ്ങളെ ലീഡറോട് ചോദിച്ചോളിന്നും പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ കോർവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾ ടീമിന് നഷ്ടപ്പെടും. ഉദാഹരണം സലീം KE ടീം VPS ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്റെ മുമ്പിൽ കാണുന്ന ഒരാളോട് പറയാം. മൂപ്പർ എനിക്ക് സംശയം വിളിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. മൂപ്പർക്ക് തൃപ്തിയായി. മൂപ്പർ പിന്നെ പിറ്റേന്ന് ഒരു GTS വെച്ചിട്ട് പറയാണെന്ത്, ഞാൻ ധാരാനുഷ്ഠാനോട് ചോദിച്ചു. ധാരാനുഷ്ഠാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് തൃപ്തിയായി, അയാളുടെ രോഗം മാറി. അപ്പൊ ആൾക്കാർ ധാരാനുഷ്ഠാന്റെ നമ്പറും തരുമോ? അയാൾ ബോർഡും ഒരു ചോക്ക് എടുത്തിട്ട് എഴുതി കൊടുത്തു, ധാരാനുഷ്ഠാന്റെ നമ്പർ. ഇനി അയാൾക്കൊരു പണിയില്ല, ബാക്കി പണിയൊക്കെ എനിക്ക്. മനസ്സിലായില്ലേ? ബാക്കി എനിക്ക് ജീവിക്കാൻ കഴിയൂല, എനിക്ക് ഉറങ്ങാൻ കഴിയൂല, എനിക്ക് ഇരിക്കാൻ കഴിയൂല, എനിക്ക് നടക്കാൻ കഴിയൂല, ഭാര്യനായിട്ട് സംസാരിച്ചിരിക്കാൻ കഴിയൂല, കുട്ടികളായിട്ട് കളിക്കാൻ കഴിയില്ല. കാരണം അയാളെ ഏൽപ്പിച്ചു കൊടുത്തൊരു പണിയുണ്ട് എല്ലാവർക്കും. ധാരാനുഷ്ഠാനം വിളിച്ചാൽ മതി, എന്നോട് വെച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞു. അങ്ങനത്തതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് പറയാ, നിങ്ങളെ ലീഡറോട് ചോദിക്കും. ലീഡറോട് ചോദിക്കും. അവരൊന്നും ചോദിച്ചൊരു ഉത്തരമില്ലെങ്കിൽ തൽക്കാലം ആ ലീഡറാണ്ട് വേണ്ടാന്ന് വെക്ക്. എന്നിട്ട് വേറെ ലീഡറെ തേടി പിടിക്ക്. അതിനൊന്നും നിയമത്തിലൊന്നും തെറ്റൊന്നുമില്ല. നിങ്ങളെ ലീഡറും അതിന്റെ അപ്പുറമല്ല 3 ലീഡറും നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങളെ ID മാറ്റിയടിക്കും. അതിന് കോടതി വരെ പോകണമെങ്കിൽ ഞാനും കൂടെ വരാം. അത് AIG പറയും ചിലപ്പോ അതൊക്കെ തെറ്റാണ്. ചിലപ്പോ മൈലൈഫത്തെ ലീഡർമാർ പറയാം തെറ്റാണെന്ന്. നിയമത്തിൽ കോടതിയിലെ നിയമ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? കോടതിയിലൊരു നിയമമൊക്കെ ഉണ്ട്, മനുഷ്യാവകാശം. ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഓർഗനൈസറാ. ഞാന് എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡം പ്രൊട്ടക്ഷൻ നാഷണൽ ട്രസ്റ്റിന്റെ നാഷണൽ ഓർഗനൈസറാ. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. നിങ്ങൾ ആരും ഇവിടെ പരാജയപ്പെടൂല. മനസ്സിലായില്ലേ? ഒരു ലീഡർ നിങ്ങൾ നോക്കണില്ലെങ്കിൽ അത് സാരമില്ല, അള്ളാന്റെ വിദ്യ. ആ ലീഡർ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു പെണ്ണ് പ്രസവിച്ചു, പാല് കൊടുക്കണില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുപ്പിപ്പാല് കൊടുക്കുക, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? വേറെ മാർഗമില്ല. ആ പെണ്ണിന്റെ കുപ്പിപ്പാല് കൊടുക്കാൻ ഒരു വല്യമ്മ അവിടെ സഹായിക്കാൻ ഏഷ്ടത്തി ഇല്ല, അമ്മായിമ്മ ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടീനെ ശിശു പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയാക്കുക, അല്ലാതെ മാർഗമില്ല. ഇങ്ങനെ ഉള്ളു ലോകത്ത് സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സിനോട് കടപ്പെട്ട് നിങ്ങളോട് കടപ്പെട്ട് ലീഡേഴ്സും നിൽക്കണം. ഞാൻ പറഞ്ഞത് ഡിപ്പെൻഡിങ് സോണിലാണ് നിങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ഉള്ളത്. പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഗുഡ് മോർണിംഗ് എഴുതി വിടി. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് ഞങ്ങൾ, അല്ലാതെ നിങ്ങൾക്ക് അഹങ്കാരം വേണ്ട. അയാൾ പറഞ്ഞപ്പോ ഞാൻ കേൾക്കേണ്ട ആവശ്യം എന്താ? ഞാനിപ്പോ ഒരു പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഈ തൊപ്പിട്ട് തലയിട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ കേൾക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ ചിന്തിക്കല്ലേ. നിങ്ങളെ മനസ്സിൽ തൽക്കാലം എനിക്ക് വേണ്ടി അതൊന്ന് മാറ്റിയേക്കും. എന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് എഴുതി വിടി. ഓക്കെ, ഹംസത്ത് എഴുതി വിട്ടു. നിങ്ങൾക്ക് നല്ല മനസ്സാണ്, ഇത് മതി. മതി, രണ്ടാമതൊക്കെ മതി. ഞാൻ എല്ലാരും മനസ്സ് സംശയിച്ച് നിങ്ങൾ കുറച്ചേരെങ്കിലും നിന്നോ എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 3 മാസം കഴിഞ്ഞിട്ട് മൈലൈഫിക്ക് വന്നാൽ മതി. ഇപ്പൊ ഉള്ളവരോടെ ഞാൻ പറയും, നിങ്ങളൊരു അല്പ സമയമെങ്കിലും ജസ്റ്റ്, ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു 10-50 വയസ്സിന്റെ മേലുള്ള ആൾക്കാരെ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ചെവിടുമ്പോ കൈ ഇങ്ങനെ പിടിക്ക്, എല്ലാരും പിടിച്ചു ഒന്ന് ഇരിക്കി, എന്നിട്ടൊന്ന് നിക്കി ഒരു 10 വട്ടം. അതിൽ എത്ര ആൾ താവുമ്പോ നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഇന്റെക്കാളും വയസ്സുള്ള ആൾക്കാരോട് ഞാൻ പറയണം, അവരെ മനസ്സിൽ പറയണ്ട ആ കുട്ടി പറഞ്ഞപ്പോ നമ്മൾ കേൾക്കണം, എന്തൊരു ആവശ്യം എന്ന് ആദ്യം ചിന്തിക്കുക. അങ്ങനത്തെവർക്കുള്ളതല്ല ഇത്. പറഞ്ഞത് കേൾക്കാന്നുള്ളവർക്കുള്ളതാണ്. എന്താ പറഞ്ഞതെന്ന് നോക്കിയാൽ മതി. ആരാ പറഞ്ഞതെന്ന് നോക്കുകയേ ചെയ്യരുത്. ഇവിടെ അയാൾ പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടാവുമായിരിക്കുന്നു. ഇപ്പൊ എന്താ ചെയ്തു, ഓനക്ക് വേണ്ടിട്ടെങ്കിലും ചെയ്യട്ടെ, ഓനക്കൊരു സന്തോഷം ആയിക്കോട്ടെ. എനിക്കത് ആവശ്യമില്ല, എനിക്കത് വലിയ ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ കരുതണേ മനസ്സുകാർക്കുള്ളതാണ് ബിസിനസ്. അല്ലാതെ നിങ്ങൾ വിജയിക്കാൻ പോണില്ല. ഇവിടെ സത്യത്തിൽ ഈ ഒരു ടീം വർക്കിൽ നിങ്ങൾ നിൽക്കണം. അതിനാ ഡിപ്പെൻഡിങ് സോണിൽ നിന്ന് ഇന്റർ ഡിപ്പെൻഡിങ് സോണിലേക്ക് മാറണം. നിങ്ങൾ ഇപ്പൊ ഏത് സോണിലുള്ളതെന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഇപ്പൊ ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടിട്ടാണ് ഉണർന്നത്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നാട്ടിലത്തെ മൈ ലൈഫ് കർണാടകയിലേക്കും വരണുണ്ടെങ്കിൽ, സ്വപ്നത്തിൽ വരണുണ്ടെങ്കിൽ എന്റെ കൂടെ മൈ ലൈഫ് ഉണ്ട് എന്ന്. ഞാൻ എന്റെ ലീഡേഴ്സിനൊക്കെ ക്ലാസ് എടുത്തോണ്ടിരിക്കാം.
അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞു, ലീഡറോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ക്ലാസ് എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഇന്ന് STC റാങ്കിൽ നിൽക്കുന്ന നഫീസത്തുമാനാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഞാനൊക്കെ സ്വപ്നം വ്യക്തമാക്കുകയാണ് ഇവിടെ. നഫീസ എഴുന്നേൽക്കുമ്പോ തന്നെ പറയാണ്, സാമ്പത്തിക കാര്യമാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കണ്ടോ. അപ്പൊ അതിന് ആൾക്കാർ അവിടുത്തെ കൂട്ടത്തിൽ നിന്ന് ലീഡേഴ്സ് പറഞ്ഞു, ഓള് അനങ്ങിയ സാമ്പത്തിക ഇവിടെ പറഞ്ഞു, ഓൾക്ക് പൈസ ഉണ്ടാക്കുന്ന കാര്യേ ഉള്ളൂ. ഞാൻ സന്തോഷിച്ചു. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങാണ്. ഞാൻ പറഞ്ഞു, അവര് സംസാരിച്ചോളൂ, ഇനി എന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കിയോളി. നഫീസത്ത് ഡിപ്പെൻഡിങ് സോണിലല്ല, ലീഡർ ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പഠിച്ചവളാണ്. അതുകൊണ്ടാണ് ലീഡറായി ഞാൻ അവിടുന്ന് ഇറങ്ങി പോണത്. എന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് അറിയണത് കൊണ്ടാണ്. അവരത് ചെയ്തോളും എന്ന് എനിക്ക് അറിയണത് കൊണ്ടാണ്. അത് ലീഡറായ എന്റെ മൈൻഡിൽ നഫീസത്തിന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിട്ട് ഞാൻ പോട്ടെ, അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നഫീസത്ത് എഴുന്നേൽക്കുക. അപ്പൊ ടീമിലുള്ള ആൾക്കാർ പറയാണ്, ഓൾ അനങ്ങിയ പൈസ ഉണ്ടാക്കുന്ന കാര്യം, പൈസ വേണം, പൈസ വേണം, പൈസ ഇല്ല 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 പറയാം. അതാ ഓള് പറയുള്ളൂ. ഞാൻ പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു, പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾ ഇത് എന്തിനു ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം ഉണ്ടാക്കാനാണ് ആ ചോദ്യം. ഞാൻ ചെയ്യണതിന്റെ കുട്ടികളെ കെട്ടിക്കണം, എനിക്ക് കാർ എടുക്കണം, എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊന്നും ആയാ പോരാ, അല്ലെങ്കിൽ എന്റെ ഈ അന്തസ്സുള്ള ഈ ബിസിനസിനോട് കൂടെ ഒരു 10,000 കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ, അല്ലെങ്കിൽ ഒരു പേസ്റ്റ് വിറ്റാൽ 50 ഉറുപ്പ്യ കിട്ടുന്ന പറഞ്ഞ, എന്താ ഇപ്പൊ ഒരു 10 പേസ്റ്റ് വെക്കണേന്ന്. ഞാൻ ഇപ്പൊ കർണാടകയ്ക്ക് വന്നപ്പോ 20 പേസ്റ്റ് ആയിട്ടാ വന്ന്. ആ പേസ്റ്റിനൊക്കെ ഇവിടെ ആളായി. കാരണം എന്താ, എന്നാലും അത്രയും ആൾക്കാരുടെ അടിയിൽ നിന്ന് 2 ആൾ പറഞ്ഞു, ഞാൻ എന്റെ ആ പേസ്റ്റ് അന്ന് മുതൽ ഇന്ന് വരെ അതാ യൂസ് ചെയ്യണത്. അത് എനിക്ക് തീർന്നപ്പോ ഞാൻ വേറെ കോൾഗേറ്റ് വാങ്ങിട്ട് തന്നെ പല്ല് വെച്ച് നോക്കിയപ്പോ എനിക്ക് പഴയമാതിരി മുറിവൊക്കെ വീണ്ടും വന്നു. അപ്പൊ ഞാൻ അതന്നെ കാത്തിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, എനിക്ക് പബ്ലിസിറ്റി ആയി. ഉപയോഗിച്ചവർ ഇവിടെ ഉണ്ടായാൽ മതി. അപ്പൊ ഇവിടെ സ്ഥാപനത്തിൽ ഒരു 10 വെക്കണം. എളാപ്പ പറഞ്ഞത് എന്താ, ഇവിടെ സ്ഥാപനം തുടങ്ങണം. എളാപ്പന്റെ മരുമക്കളും പറഞ്ഞത് അതാ. അത് നമ്മൾ പറയും ഇവിടെ എന്ത് സംഭവിച്ച്, പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ധാരാനെ ഇറങ്ങി തിരിച്ചു. ധാരാനിനോട് നിങ്ങൾ ചോദിക്കുക, ധാരാനെ നിങ്ങൾക്ക് അല്ലാതെ കുറെ മാർഗങ്ങളൊക്കെ ഇല്ലേ സുഹൃത്തെ, നിങ്ങൾക്ക് അത് അക്യുപഞ്ചർ, പ്രവാചക വൈദ്യം, ഇജാമ, എന്തൊക്കെ പൈസ ഉണ്ടാക്കണം മാർഗമുണ്ട്. മന്ത്രവാദം, തിരക്ക് വിറ്റടിക്കാനും കിണർ സ്ഥാനം നോക്കലും ഒക്കെ ഉള്ളതല്ലേ, അത് ചെയ്താൽ പോരെ. എന്തിനാ അതിന്റെ ഒക്കെ ഒരു ആവശ്യം എന്ന് ചോദിച്ചാൽ, ഞാൻ പറയാന്ന് വെച്ചാൽ അതിലൊന്നും ഒരു റിസ്ക് ഇല്ലാന്ന്. അത് ഒറ്റയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോ ചെയ്താൽ മതി, പൈസ എല്ലാം ഉണ്ടാക്കും ചെയ്യും. ഇതിൽ റിസ്ക് എടുക്കാൻ മനസ്സറിഞ്ഞ് തയ്യാറായപ്പോ ഇതിൽ 1000 ആൾക്കാർക്ക് അവസരം കൊടുത്തപ്പോൾ ഒക്കെ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. മറ്റേത് എനിക്ക് ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളെ MD പറഞ്ഞത് എന്താ, അദാനിയും ബിർളയും ടാറ്റയും അംബാനിയും ഒക്കെ വലിയ കോടീശ്വരന്മാരായിക്കൊണ്ടേ ഇരിക്കുകയാണ് ദിവസവും. പക്ഷേ അവരെക്കാൾ വലിയ കോടീശ്വരൻ പ്രവീൺ ജയചന്ദ് എന്ന ഞാനാണ്. കാരണം ഞാൻ ഒന്നുമില്ലാത്ത, വീടില്ലാത്ത, കടങ്ങളിൽ മുങ്ങി നിൽക്കുന്ന അശരണരായ, വിധവകളായ, പാവപ്പെട്ടവരായ, യതീമുകളായ, കഷ്ടപ്പെടുന്നവരെ കോടീശ്വരന്മാരാക്കുക എന്നൊരു പദ്ധതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് കോടീശ്വരന്മാരുണ്ടാക്കാനാണ് എനിക്ക് കഴിഞ്ഞത്. മറ്റൊരു ഓൾറെഡി കോടീശ്വരന്മാരാണ്, അവർക്ക് കോടികൾ കിട്ടി ആർക്കും കൊടുക്കൊന്നുമില്ലല്ലോ. നമുക്ക് പ്രവീൺ ജയചന്ദ്രൻ്റെതിലേക്ക് വരുന്ന 40% എടുത്തിട്ട് 60% ബൈനറി ആയിട്ട് നമുക്ക് തന്നെ അക്കൗണ്ട് കിട്ടരും എല്ലാ ബുധനാഴ്ചയും. നിങ്ങളാണ് ഞങ്ങളെ പരസ്യക്കാർ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ, നിങ്ങൾക്ക് കാറ്, നിങ്ങൾക്ക് വീട്, നിങ്ങളെ മക്കളെ കല്യാണം അവിടെ എടുത്ത് ഉപയോഗിച്ചോളി, ഞങ്ങൾക്ക് ഇത്രക്ക് മതി, ഇത് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ലാഭം കിട്ടും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് പ്രവീൺ ജയചന്ദ് സാറ് തുടങ്ങി വെച്ചത്. നിങ്ങൾ ഇന്നു മുതൽ തീരുമാനമെടുക്കുക. ഞാൻ ഡിപ്പെൻഡിങ് സോൺ, ഒരാൾ ആശ്രയിച്ച് നിൽക്കുന്നതിൽ നിന്ന് മാറി ഇന്റർ ഡിപ്പെൻഡിങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നു മുതൽ എന്ന് തീരുമാനമെടുക്കുകയും എല്ലാം ലീഡറോട് ചോദിക്കുന്നതിൽ നിന്ന് മാറി കുറച്ചൊക്കെ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത്, ഇപ്പൊ കരീം ഉസ്താദിനോട് പറയാം, കരീം ഉസ്താദെ നമുക്കൊരു ഹോം മീറ്റിംഗ് നടത്തായിരുന്നു. അപ്പൊ കരീം ഉസ്താദ് പറയാണ്, ദാറാൻ ഉസ്താദിന് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ലെ അലിക്കാക്ക്, അലിക്കാക്ക നിങ്ങൾക്ക് ഒഴിവുണ്ടോ, നമുക്കൊരു ഹോം മീറ്റിംഗ് ആണ്. അലിക്കാക്ക പറഞ്ഞു, ഒരു മാസം ഒന്നും നോക്കണ്ട, ഇവിടെ പണിയും കാര്യങ്ങളും ഒരുപാട് പണിക്കാരൊക്കെ ഉള്ളതാണ്, ഒരു മാസത്തിന് എന്നെ കിട്ടൂല. എന്നാ ആയിക്കോട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാല്ലേ. ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കാല്ലേ. ഒരു മാസം എന്തായി, അതിൻ്റെ ഇടയിൽ 10 ബ്രോൺസ് ഉണ്ടാക്കേണ്ട സമയമാണ് പോയി. ആ ഒരു മാസം മാറ്റി വെച്ചതോടുകൂടി 10 ബ്രോൺസ് ഉണ്ടാവേണ്ട സമയങ്ങൾ കഴിഞ്ഞു പോയി. അതോടുകൂടി പിന്നെ ഒരു മാസം കഴിഞ്ഞ് പാലിക്കാക്ക് അങ്ങോട്ട് വിളിക്കാണ്, എന്നാ ആയിക്കോട്ടെ എനിക്കിപ്പോ കുഴപ്പമില്ല എന്ന്. അപ്പൊ നമ്മൾ ആ പെരക്കാരോട് പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ നാളെ നടത്തിയാലോ, പാലിക്കാക്ക് ഒഴിവുണ്ട് എന്നാ പറയണത്. അപ്പൊ അവര് പറഞ്ഞൊരു മാസം കഴിയട്ടെ, അന്ന് ഞങ്ങൾ നല്ലൊരു സമയത്ത് പറഞ്ഞതായിരുന്നു, ഇനി നമുക്ക് ഒഴിവില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സമയം നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ 2 മാസം പോയി കിട്ടി. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണത്, സ്വന്തം ഏറ്റെടുക്ക്. നിങ്ങൾ ധാരാൻ ഉസ്താദ് ഇല്ലെങ്കിലും ടീം ലീഡേഴ്സ് വരണില്ലെങ്കിലും ഞാൻ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു DTC ലീഡർ ചിന്തിക്കണം, എനിക്ക് ഒരാളെ ആവശ്യമില്ല,
ഞാനൊരു പേസ്റ്റ് ഇന്ന് വരെ വിറ്റിട്ടുണ്ടെങ്കിൽ, ഒരു ചാമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു മഹാബൃംഗരാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനൊരു എല്ലാ മേഖലയിലും എനിക്കതൊക്കെ എത്തിച്ചു കൊടുക്കാൻ ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ ആവശ്യമില്ല. ഞാൻ തന്നെ അവരുടെ ലീഡർ. അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനാണ് ഇന്റർ ഡിപ്പെൻഡിങ് സോൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു സോൺ ഉണ്ട്. അത് 2 വർഷം കഴിഞ്ഞവരും 4 വർഷം കഴിഞ്ഞവരും ഏറ്റെടുക്കേണ്ട സോണാ. ഏൽപ്പിച്ചു കൊടുക്കേണ്ട സോണല്ല. മുഹമ്മദ് അലി സാറെ ഇന്ന് മുതൽ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയല്ല. മുഹമ്മദ് അലി സാറ് തീരുമാനിക്കണം, പെരുന്നാൾ ആയിരിക്കുന്നു, എന്റെ കുട്ടികൾക്ക് മാക്സി വേണ്ടി വരും, എന്റെ കുട്ടികൾക്ക് ഡ്രസ്സ് വേണ്ടി വരും. അല്ലാതെ കുട്ടികൾ വന്ന് ഇപ്പാ കുപ്പായം എനിക്ക് ചെരുപ്പ് എന്ന് അറിയാൻ അവൻ വാപ്പല്ല എന്നർത്ഥം. വാപ്പായിട്ട് ഓരോട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്, കുട്ടികൾ വന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവരുത്. നമ്മൾ ഏറ്റെടുക്കേണ്ടതാണത് എന്നുള്ളൊരു ബോധത്തിൽ, നമ്മളത് ചെയ്യുന്നവരാണെന്നുള്ള ബോധത്തില് നമ്മളത് ചെയ്യാം. നിങ്ങളുടെ ഭാര്യ എന്തെങ്കിലും നിങ്ങൾക്കൊരു മാക്സി വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ എത്രയോ പിറകിലാണ് സുഹൃത്തെ എന്ന് മനസ്സിലാക്കും. നമ്മൾ ഭാര്യ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് മാക്സി എത്തിച്ചു കൊടുക്കാൻ, ഒന്ന് വിചാരിക്കുമ്പോ 2 എണ്ണം കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് കഴിയാം. അതാണ് വലിയ സന്തോഷം. ഇങ്ങനെ ഇന്റർ ഡിപ്പെൻഡിങ് സോണിൽ നിന്ന് ഇൻഡിപെൻഡന്റ് സോൺ ഏറ്റെടുക്കണം. 4 വർഷം കഴിഞ്ഞ് ഏതൊരാളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളെ STC ലീഡർ, അതിനപ്പുറം ലീഡറെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. മീറ്റിങ്ങിന് വിളിക്കരുത്. STC ഉണ്ടോ STC തന്നെ. STCന്റെ മുകളിലുള്ള RTC നിങ്ങൾ വിളിച്ചു പോയാൽ നിങ്ങളെ പോയിന്റ് പോയി. കാരണം നിങ്ങളും STCയും കൂടി ചേർന്ന് ചെയ്ത് നിങ്ങളുടെ ടീമിലെ എല്ലാരും ലൈവാക്കി നിർത്തുന്ന പണി പഠിച്ചില്ലെങ്കിൽ പഠിച്ച ലീഡർ ചെയ്യുന്ന വിചാരിച്ചിരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ടീം വർക്കിന് എന്താ വെൽനി സാറെ വിളിക്കാത്തത്, അല്ലെ മുബീൻ സാറ് വിളിക്കാത്തത്? ഓൽക്കൊക്കെ BV കയറുന്നില്ലേ? എന്താ മുബീൻ സാറെ നമ്പർ വാങ്ങി നിങ്ങൾ വിളിക്കാത്തത്? മുബീൻ സാറെ ഇന്ന് ഇവിടെ ഞങ്ങളോടൊരു മീറ്റിംഗ് വെച്ചാണ്, 5-8 ആൾക്കാരൊക്കെ പങ്കെടുക്കും, നിങ്ങളൊന്ന് വരുമോ ചോദിക്കാൻ ധൈര്യമില്ലാത്തത് എന്താ? മുബീൻ സാർക്ക് വരാൻ കഴിയൂല നിങ്ങൾക്ക് അറിയണ ചെറിയ മനസ്സെങ്കിലും നിങ്ങൾ എടുത്തുണ്ട്. അയാൾ അമേരിക്കയിലുള്ള ഇപ്പോ. അയാൾ അമേരിക്കയിൽ എത്തിയത് ഇവിടെ പേസ്റ്റും സോപ്പും വിറ്റിട്ട് തന്നെയാണ്. പേസ്റ്റും സോപ്പും വിറ്റിട്ട് അയാൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്റർ ഡിപ്പെൻഡിങ് സോണിൽ നിന്ന് ഇൻഡിപെൻഡന്റ് സോണിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്കത് ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുള്ളൂ. എടുത്തുള്ള ഒരാൾ സർവത്ത് കുടിക്കുമ്പോ നമുക്ക് എങ്ങനെയാ മധുരം കിട്ടുക? അവൻ കുടിക്കുന്ന പോലെ നമ്മൾ കുടിക്കണം. അപ്പൊ DBA നാരായണ എന്നൊക്കെ പറയുന്ന മാതിരി DBA എന്ന് എഴുതി വെച്ചോളിങ്ങള്. D എന്ന് പറഞ്ഞാല് ഡ്രീം ഇറ്റ്, ഒരു സംഗതിനെ സ്വപ്നം കാണുക. ഡ്രീം. DBA എന്ന് നമ്മൾ പറഞ്ഞത്, DBA നാരായണ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലിരിക്കാൻ വേണ്ടിയാ. ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, അച്ചീവ് ഇറ്റ്. ഡ്രീം ഇറ്റ് പറഞ്ഞാൽ നീ ഒരു സംഗതിനെ സ്വപ്നം കാണുക. ബിലീവ് ഇറ്റ്, അത് ഉറച്ച് വിശ്വസിക്കുക. അതെനിക്ക് വരും, കാറ് വരും, കാർ ഉറപ്പിച്ചും എന്റെ മനസ്സിൽ കടന്നു വരും, എന്റെ ജീവിതത്തിൽ കടന്നു വരും, എന്റെ വീട് കടന്നു വരും, എന്റെ മക്കള് സന്തുഷ്ടരായി ജീവിക്കുന്ന ഒരു അവസ്ഥ കൈവരും. തീർച്ചയായിട്ടും ഉറച്ചുറച്ച് വിശ്വസിക്കാം. മൂന്നാമത്തെ അച്ചീവ് ഇറ്റ്, അത് നേടിയെടുക്കുക, അത് ജനങ്ങളെ കാണിച്ചു കൊടുക്കുക. ഇതിനാണ് പ്രാധാന്യം. ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒന്ന് വീഡിയോയിൽ വരാൻ കഴിയും, പക്ഷെ അവർ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൊണ്ട് വരും. വീഡിയോയിൽ വരാൻ യാതൊരു തടസ്സമൊന്നുമില്ല. ഓൻ ഇപ്പൊ ഇങ്ങനെ കിടക്കുകയായിരിക്കും, ഓനൊന്ന് നെയ്ച്ചിരിക്കും, പറഞ്ഞതൊന്ന് കേൾക്ക്. ചിലപ്പോ പുതപ്പിന്റെ ഉള്ളിലായിരിക്കും, നിസ്കരിച്ചിട്ടുണ്ടാവില്ല, പല്ലേച്ച് മോറക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇജ് വീഡിയോയിൽ ഇരിക്കണം, നാളെ മുതലെങ്കിലും ഇന്ന് പല്ലേച്ച് മോറക്കുക. ഇതിന് ഒരു സിസ്റ്റം ഉണ്ട് സുഹൃത്തെ. നമ്മൾ ആരുടെ മുമ്പിലാണ് ലീഡർ ആവാൻ പോകുന്നതെങ്കിൽ നമ്മൾ അത് കാണണം. ഇപ്പൊ ഉദാഹരണം, ദാറാനി ഒരു ചളിയിൽ വീണ് കഴിഞ്ഞാല് അത് മൈ ലൈഫാ വീണത്. അതേ സ്ഥാനത്ത് പുതിയൊരാൾ വീക്കുകയാണെങ്കിൽ ഓൻ മാത്രം വീണത് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഞാൻ ആരാണെന്ന ബോധം. ഞാൻ ആരാ അങ്ങനെയല്ല, ഞാൻ ആരാണ് എന്നുള്ള ബോധം. ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്ക് നിങ്ങൾ, ഞാൻ ആരാണ് എന്ന് നമ്മളോടെങ്കിലും ഒരു വിശ്വാസം. ഞാൻ അങ്ങനൊന്നും ആയാ പോരാ, ഞാൻ അങ്ങനൊന്നും ആവേണ്ടിയവനല്ല, എനിക്ക് എങ്ങനെയൊന്നും ആവേണ്ടതുണ്ട്. എങ്ങനെ ഞാൻ അങ്ങനെ ആവൂ? അങ്ങനെ ആയവരുടെ കൂടെ കൂടുക, ആയവരുടെ കൂടെ കൂടുക, കാർ എടുത്തവരുടെ കൂടെ, വീട് വെച്ചവരുടെ കൂടെ, അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ എത്ര വട്ടം മൈ ലൈഫ് വിട്ടു പോവാൻ കരുതിയതായി, എത്ര വട്ടം, 100-ലധികം വട്ടം മൈ ലൈഫ് നിർത്താൻ വിചാരിച്ച ആളായ. പക്ഷെ ആ സമയത്തൊക്കെ ഉമർ ഉസ്താദിനോട് കൂടെ ഒക്കെ, അല്ലെ ബിജു സാറുടെ കൂടെ ഒക്കെ നമ്മൾ ഇരിക്കും, ചില കാര്യങ്ങൾ ചർച്ച ചെയ്യും.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇന്ന് പോലും രാവിലെ 2:30 എഴുന്നേറ്റ് വായിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഇന്നലെ 11:30 എടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ 2:30 എഴുന്നേറ്റ് വായിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല ശരിക്ക്. അതാ പറഞ്ഞത്. 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം എനിക്ക് വായന എന്റെ ഒരു വലിയൊരു വീക്ക്നെസ്സാ. വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിരന്തരം വായിക്കും. ഞാൻ എന്ത് ചിന്തിച്ചു, നാളെ ഞാൻ സൂം മീറ്റിംഗിൽ ക്ലാസ് എടുക്കേണ്ടവനാണ്. എനിക്ക് ഇന്ന് വരെ പറയാത്ത എന്തെങ്കിലും ഒരു പുതിയ അറിവ് അവർക്ക് കൊടുക്കാൻ കഴിയണം. അതെപ്പോ വിളിച്ചാലും എന്താ, താറാനീനെ എപ്പോ വിളിച്ചാലും 30 റെഡിയാണ്. താറാന ഉസ്താദ് 2 മണിക്കൂർ ക്ലാസ് എടുക്കണം. ഓക്കെ, ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുക്കാം. ആയിക്കോട്ടെ, ഓൺ ആക്കിക്കോളി, ഞാൻ തുടങ്ങി. ഇങ്ങനെയല്ല, പുതിയത് എന്തെങ്കിലും പറയെങ്കിൽ പുതിയ താറാനിനെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. എനിക്ക് ഇന്നെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഇന്നലെ വരെ രാത്രി 12 മണി വരെയുള്ള സമയമല്ല ഇന്ന് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കണം, ഇന്നലത്തെ 12 മണി വരെയുള്ള താറാനി അല്ല ഇന്ന് മുതലാവേണ്ടത്, പുതിയൊരു താറാനി ആവണം. എന്നിട്ട് സമൂഹത്തിന് സമർപ്പിക്കുന്നതിനെ, അതാണ് ജനം ആഗ്രഹിക്കുന്നത് നിന്നിൽ നിന്ന് എന്ന് നീ വിശ്വസിക്കണം. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാണ് സുഹൃത്തെ 2:30 കിടന്നുറങ്ങാതെ നീച്ചിരുന്നത്, എന്നിട്ട് വായിച്ചത്, എന്നിട്ട് എഴുതിയത്. അവർക്ക് ഒരു സന്തോഷം പറയാനുള്ളത്, ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് തുടക്കത്തിൽ അവർക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എങ്ങനെ സാധനങ്ങൾ വിറ്റഴിക്കണം, എങ്ങനെ ഒരാളെ ഇതിലേക്ക് ആകർഷിപ്പിക്കണം, എങ്ങനെ ഒരാളത് വാങ്ങി ഉപയോഗിക്കണം, ഉപയോഗിച്ച ഒരാളെ എങ്ങനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു മനഃശാസ്ത്ര ടെക്നിക്ക് ഒരു പുസ്തകമായി എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 50ഓളം പേജ് വരുന്ന ഒരു പുസ്തകം. അത് എഴുതുക. അത് മൈ ലൈഫ് ആയിരിക്കല്ല, ലോകത്ത് ആര് ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ സമർപ്പിക്കാൻ കഴിയും. ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, അച്ചീവ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഡ്രീം ഇറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ സ്വപ്നം കാണണം. എന്തെങ്കിലും 2-3 ആളെ സ്വപ്നം എഴുതി വിടി, ഞാനൊന്ന് കാണട്ടെ, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാരും. ഓക്കെ, 3 സ്വപ്നം കാണട്ടെ. നിങ്ങൾ വായിച്ചോളി, മെസ്സേജിൽ വായിച്ചോളി. ഇത് നമ്മളെ സൂമാണ്, ഇത് ഉമർ ഉസ്താദിന്റെ സൂമാണ്, അല്ലെ AIGയുടെ ടീം സക്സസിന്റെ ആണ്. ഇത് നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. 3 സ്വപ്നങ്ങൾ ആരെങ്കിലും ഈ ബിസിനസ്സിൽ പച്ച പിടിക്കണം. അതാ ജാബിർ സാർ എഴുതിയിട്ടുണ്ട്. സ്കോഡ കാർ ഒരാൾ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചോളി, മനസ്സിൽ എല്ലാവരും പ്രാർത്ഥിച്ചോളി. ഓലെ കയ്യിൽ സ്കോഡ കാർ 2 വർഷം കൊണ്ട് കരുതിയത് 1 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട് കരുതിയത് 3 വർഷം കൊണ്ട് ആയി പറ്റും. ഒരു വീട് വെക്കണം, അടിപൊളി വീട് വെക്കണം. അതാണ് അടിപൊളി എന്നുള്ള അണ്ടർലൈൻ ചെയ്യാൻ. ഞാൻ നിങ്ങളെ ആഗ്രഹങ്ങൾ എന്താ പറയണേന്ന് ഒരാളോട് ഇങ്ങനെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരാളുണ്ടാവുള്ളൂ. എത്രയും പെട്ടെന്ന് ഒക്കെ ആവട്ടെ. ബെൻസ് കാർ, നമ്മളെ പ്രിയപ്പെട്ട മുസ്തഫ സാർ അതാ പറയാൻ അവകാശമുള്ള ആളാണ്. കാരണം ഭാര്യയും മോളും മൂപ്പരും കൂടിയിട്ട് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് ബെൻസ് കാർ അദ്ദേഹത്തിന്റെ കയ്യിൽ വരാൻ ഏറി വന്ന 5 വർഷം മതി. ബെൻസ് കാർ അദ്ദേഹം എങ്ങനെയെങ്കിലും ഉടായ്പ കൂടി എടുക്കൂല. അതിനോടാണ് ഞാൻ 5 എന്ന് പറയണത് കേട്ടോ. അദ്ദേഹം 1.5 വർഷം കൊണ്ട്, കാരണം കാറ് വിൽക്കലും കാറിന്റെ സ്വഭാവവും കാറ് പഴയതിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഇന്നോടത്ത് കേടുണ്ട് എന്ന് പറയുന്ന ഒരാളാ മുസ്തഫാക്ക ധാരാളം ബെൻസ് കച്ചവടം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്വന്തം ഒരു ബെൻസ് ആഗ്രഹിക്കുക എന്നുള്ളത് അത് അനാവശ്യമല്ല, സത്യസന്ധമാണ്. നമ്മളെ പ്രസാദ് സാറ് മോളെ കല്യാണം കഴിക്കുമ്പോ 4 കിലോ സ്വർണ്ണം ഒരു ബെൻസും ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അദ്ദേഹത്തിനോട് ബെൻസ് വിൽപ്പന നടത്തുന്ന അവിടുത്തെ ഓഫീസ് മാനേജർ ചോദിക്കാണ്, അദ്ദേഹത്തിനോട് എക്സിക്യൂട്ടീവ് ചോദിക്കാണ്, എന്താണ് മോൾക്ക് ബെൻസ് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ടാണോ കൊടുക്കുന്നത്, അപ്പൊ നിങ്ങളെ കാർ ഏതാന്ന് ചോദിച്ചു. സ്വർണത്തിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് ഒരാള് ഒരു പെട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? സ്വർണത്തിനേക്കാൾ വിലയുള്ള എന്തെങ്കിലും ഉള്ളിൽ വെക്കാനായിരിക്കും, അതല്ലേ ഉദ്ദേശം? അല്ലെ ഇപ്പൊ സ്വർണത്തിന്റെ പെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എന്ന പോലെ അപ്പൊ ഇയാളൊരു ബെൻസ് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ, ബെൻസ് ആരാത് ഭർത്താവിന്റെ ജോലിയൊക്കെ ഒഴിവാക്കിപ്പിച്ച് നാട്ടിൽ നിർത്തലാണ് ഉദ്ദേശം എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. അത് മതി, അത് വലിയൊരു ഉദ്ദേശം തന്നെയാണ്. പരിഹസിച്ചവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കുക, അതന്നെ വലുത്. പക്ഷെ പരിഹസിച്ചവരെ ദയവ് ചെയ്ത് വെറുക്കരുത് കേട്ടോ. അത് നിങ്ങളെ പാഠങ്ങൾ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ വെറുത്തിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ പോയിട്ട് കാര്യമില്ല, അവിടേക്ക് പ്രവേശനേ ഇല്ല. അള്ളാഹു നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യൊന്നുമില്ല. നിങ്ങൾ വെറുത്താ ചോദിക്കും, എന്തിനാ അതിന്റെ അടിമനെ വെറുത്തത്, അത് പറയും. ഒരു കള്ളുകുടിയനായ ഒരാളെ നമ്മൾ ചൂണ്ടിയിട്ട് പറയാം, അതാ അവൻ കള്ളുകുടിയനാന്ന് പറഞ്ഞാൽ ആ കള്ളുകുടിയ നാളെ പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഓ എന്നെ കള്ളുകുടിയാന്ന് വിളിച്ചു എന്ന്. അപ്പൊ അള്ള പറയും, ഇജ്ജ് ചെയ്ത എല്ലാ തിന്മയും ഞാൻ ഓനക്ക് കൊടുത്തു, ഓന്റെ നന്മ ഒക്കെ എനിക്ക് തരാം, ഇപ്പൊ ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്ക്. അവിടുന്ന് ഇജ്ജ് വിഷമിച്ചില് സോറി, എനിക്ക് ഇനി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, ഇജ്ജ് ഇവിടെയെങ്കിലും സന്തോഷിക്ക്. അതുകൊണ്ട് ആരും തിരുത്താനുള്ള ഒരു മനസ്സും ഒന്നും അറിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സും മതി. വെറുക്കാനുള്ള ഒരു മനസ്സ് എന്റെ ഓപ്ഷനേ വേണ്ട കേട്ടോ. എന്റെ ടീം ലീഡേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആരോടും എനിക്ക് വെറുപ്പ് ഒരിക്കലും ഉണ്ടാവുമെന്ന് കരുതരുത്. ഒരിക്കലും ഞാൻ വെറുത്തിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ട്,
അവരോട് ഞാൻ പറയും എന്നോട് വെറുപ്പ് തോന്നിയോ എന്ന് ചോദിക്കുമ്പോ എന്നോട് പറയും വെറുക്കൽ എന്റെ ഓപ്ഷനിൽ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ആരും ഇന്ന് വരെ വെറുത്തിട്ടില്ല കേട്ടോ എന്ന് പറയും. അന്ന് മുതൽ ഞാൻ അതൊരു പാഠമാക്കി വെച്ചതാണ്. എന്ത് വെറുപ്പ് എന്നുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണ്ടാന്ന്. സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നിങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വിട്ടു ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും. വീഡിയോയിൽ വരാത്തവർ വരിക, ഇതന്നെ ഇതിന്റെ വലിയ തിയറി. മറ്റൊന്ന്, നിങ്ങൾ ഇന്റർ ഡിപ്പെൻഡിങ് സോണിൽ നിന്ന് ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യ സോണിലേക്ക് മാറുക. നിങ്ങൾ മാറിയോ ഇല്ലേ എന്ന് ചിന്തിക്കുക. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുകയാണ്, ഞാൻ പഴയ താറാനിയല്ല. തീർച്ചയായിട്ടും അല്ല. ഇനി നാളെ ഇതിനേക്കാൾ മാറും. ഇപ്പൊ എനിക്ക് മാർക്ക് എന്റെ സ്വഭാവത്തില്, എന്റെ ഇടപെടലുകളില്, എന്റെ ഉത്തരവാദിത്വ നിർവഹണത്തില് 80 മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി 20 മാർക്ക് ഞാൻ പിടിച്ചേ പറ്റൂ. 20 മാർക്ക്, നമ്മളൊരു കുട്ടി മദ്രസയിൽ 30 മാർക്ക് കിട്ടിയാൽ ജയിച്ചു എന്ന് പറഞ്ഞു വരുമ്പോ 70 മാർക്കിന് തോറ്റു എന്നാണ് എന്റെ അർത്ഥം. മനസ്സിലായില്ല? 100 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ട് 30 മാർക്ക് കിട്ടിയിട്ട് അവൻ ജയിച്ചു എന്ന് പറഞ്ഞു വരുമ്പോ 70 മാർക്കിന് തോറ്റു എന്നാണ് എന്റെ അർത്ഥം. എന്റെ ഈ ഒരു കൊല്ലം വിട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 70 മാർക്ക് അവിടെ പോയി. അവന്റെ ഒന്നുകിൽ ഉസ്താദിനോട് ചോദിക്കണം, എന്റെ കുട്ടീനെ ഒരു കൊല്ലം ഞങ്ങൾക്ക് വിട്ടു തന്നിട്ട്, വരുമാനം തന്നിട്ട്, ശമ്പളത്തിലേക്കുള്ള വകകൾ തന്നിട്ട് എന്റെ കുട്ടിയുടെ 70 മാർക്ക് അവിടെ പോയി എന്ന് ചോദിക്കണം. അപ്പളാ ഉസ്താദിന്റെ തലയിൽ കയറാ ഇത് ചോദിക്കാൻ ഇവിടെ ആളുണ്ട് എന്ന്. നമ്മൾ എപ്പോഴും ഇതൊക്കെ അനലൈസ് ചെയ്യണം. ഒരു കുട്ടി മാത്രം, എന്റെ കുട്ടി അങ്ങനെ, എന്റെ മോള് അങ്ങനെയാ. മദ്രസയിൽ വളരെ ബാക്കിലാ പഠനം. സ്കൂളിൽ 100-ൽ 100, 50-ൽ 50. ടീച്ചർമാർക്കൊക്കെ ഭയങ്കര കാര്യം. ഒരു എഴുത്തും ഇംഗ്ലീഷ് ഒന്നും തെറ്റാതെ കാണാതൊക്കെ പഠിച്ചു. ഞാൻ ചിന്തിച്ചു, ബുദ്ധി ഉണ്ടായിട്ടല്ലേ പഠിക്കണേ. അപ്പൊ ഇവിടെ മദ്രസത്തെ ഉസ്താദിന്റെ അടുത്തുള്ള കുഴപ്പ. ഉസ്താദിനെ മാറ്റണമെന്ന് മാനേജ്മെന്റിനോട് പറയണം. അയാൾക്ക് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ചോദിക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവി നഷ്ടം. ഉസ്താദാണ്, തങ്ങളാണ്, ശൈഖാണ്, മുരീദാണെന്നൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കുട്ടിക്ക് തലയ്ക്ക് കൊടുക്കേണ്ടത് തലയ്ക്ക് കിട്ടേ പറ്റും. നിങ്ങളെ കുട്ടിക്ക് മാവ് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ മാവ് വിരകി കൊടുക്കണം. കൊടുക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ കുട്ടിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്ന് നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾ അതിൽ കൽക്കണ്ട ചേർത്ത് കൊടുക്കണം. കൊടുക്കലാണ് അവിടെ ആവശ്യം. മനസ്സിലായില്ലേ? അവിടെ കുട്ടിനെ മധുരം തോന്നിപ്പിച്ച്, ഇഷ്ടം തോന്നിപ്പിച്ച് അത് ചെയ്യിപ്പിക്കലാണ് അവിടെ ആവശ്യം. അല്ല കുട്ടി വേണ്ടാന്നാ പറയുന്നത്. ഓന്ന് കഞ്ഞി വേണ്ടാറുണ്ട്, ഇന്നലെ ഓൻ ചോറ് വേണ്ടാറുണ്ട്, ഓന്റെ ചോറാണ് ഇന്ന് ഇരിക്കണത്. ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കിയപ്പോ, ദോശ ഉണ്ടാക്കിയപ്പോ പറഞ്ഞു പുട്ട് മതി, പുട്ടുണ്ടാക്കിയപ്പോ പറഞ്ഞു നൂൽപുട്ട് മതി, നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോ പറഞ്ഞു എനിക്ക് വേറെ എന്തെങ്കിലും വേണം. അങ്ങനെ വാശിക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെയല്ല നമ്മൾ ചെയ്യാം. ഓൻ അത് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അന്ന് ഭക്ഷണം കൊടുക്കൂല എന്ന് തീരുമാനിക്കല്ല. കഴിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ. കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ പോകണമെന്നുള്ള. കുട്ടികൾ എപ്പോഴും ഷവർമ്മ പറയും, നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾ എപ്പോഴും അൽഫാമും മന്തിയും പറയും, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോ ചിലപ്പോഴൊക്കെ താനും ജീവിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികളെ എല്ലാം ആസ്വദിപ്പിക്കുക. എല്ലാ പ്രതിസന്ധികളെയും കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നാളുകളിൽ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയാതെ പോകും. അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാ നിലയിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, അച്ചീവ് ഇറ്റ് എന്ന മേഖലയിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ ഇന്റർ ഡിപ്പെൻഡിങ് സോൺ, ഒരാളെ ആശ്രയിക്കാം. ഇന്റർ ഡിപ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചൊക്കെ ലീഡറെ സഹായമൊക്കെ വേണം, കുറച്ചൊക്കെ ഞാൻ തന്നെ ചെയ്യും എന്നാണ്. ഇവിടെ ID കട്ടാവാനുള്ള ആളുകൾ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ 1000 രൂപന്റെ പർച്ചേസിങ് ചെയ്യാൻ ഒന്നെന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സ് കാണിക്കണേ. ഈ ഒരു ID നിങ്ങൾക്ക് ഭാവിയിൽ പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് അനുജന്റെ ഐഡിയ അല്ല പോട്ടാണ്ട്. ഓനോട് ഞാൻ പറഞ്ഞ ഒരൊറ്റ ദിവസം GTSന് വരൂല. ഓൻ അങ്ങനെ പരിഹസിക്കാൻ കൂടെ നിൽക്കുക ചെയ്യാം. ഓൻ എല്ലാരും കളിയാക്കും, പിന്നെ കളിയാക്കുക ചെയ്യുക. ഇതൊക്കെ സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വളരാൻ ഒരു പരിഹസിക്കുന്ന ആള് വേണം. നിങ്ങളെ നശിപ്പിക്കാൻ അല്ലാതെ. നിങ്ങൾ പെടരുത്, നിങ്ങൾ ചതിയിൽ കുഴിയിൽ അമരരുത് എന്ന് കരുതിയിട്ടാ. അവരോട് സ്നേഹം കാണിക്കണം. നമ്മൾ അവരോട് സന്തോഷിച്ചിട്ട് പറയണം. എന്ത്? ഞാൻ നിന്റെ കുടുംബത്തിൽ ചെന്നു, അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു എന്ത്? അവര് പറയാണ് നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ കിട്ടണത്? അങ്ങനെ അതൊക്കെ കാണണ്ടേന്ന്. നീ കാണിച്ചു കൊടുത്താലോ? ഞാൻ 12 ലക്ഷത്തിന്റെ കാർ എടുത്ത് കാണിച്ചു കൊടുത്താൽ എന്താ പറയാ? ഇത്ര കാലം ഇപ്പൊ നടന്നിട്ട് ഇപ്പൊ ഇതാപ്പ് എടുക്കാൻ പറ്റിയ ബെൻസൊന്നും കിട്ടിയില്ലേന്ന് ചോദിക്കും. ഓനക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് ഇത്ര കാലം ഓടി കളിച്ചത് കൊണ്ട് കാര്യം ഉണ്ടിട്ടോ. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ലെന്നു. സന്തോഷായടാ. ഞാൻ അന്നെ ഇത്രയും എതിർത്തിരുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചെന്നപ്പോ വലിയ സന്തോഷമായി. അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിലല്ലേ കാര്യമുള്ളൂ. നമ്മൾ എന്ത് അച്ചീവ്മെന്റ് കാണിച്ചു കൊടുത്താലും നമ്മളെ പറ്റിയിട്ട് പുറത്ത് പറയാം. ഞാൻ 2 നില വീടുണ്ടാക്കിയാലും പുറത്ത് പോയിട്ട് പറയാണ്
ഓനൊക്കെ ഓടി കളിച്ചതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കേണ്ട വീടിന്റെ സമയമായി. ഇപ്പൊ 2000 ഉണ്ടാക്കി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ മൈൻഡ് നമ്മൾക്ക് വേണ്ടിയാണ്, മറ്റൊരാൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കണത്. അതുകൊണ്ടാണ് ഞാൻ പറയാം. ഞാൻ ഇപ്പൊ 4 ദിവസം മുമ്പ് സംസാരിച്ചപ്പോ ഒരാൾ പറയാണെന്ത്, എന്നിട്ട് എവിടെ നിങ്ങളെ വരുമാനമൊക്കെ കാണുന്നത്? അയാൾ പള്ളിക്കത്തെ ഒരു ഉസ്താദാ. പള്ളിക്ക് വണ്ടിമ കയറിയിട്ട് പോവാൻ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു, നിക്കി പോവല്ലേ, ഞാനൊരു കാര്യം സംസാരിക്കട്ടെ. ഞാനും നിങ്ങളും ഈ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുക, ഒരു മാസം പുറത്തിറങ്ങരുത്. നമ്മളെ വരുമാനം അപ്പൊ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. മനസ്സിലായില്ലേ? ഞാനും നിങ്ങളും ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങൾ ഇപ്പൊ പോലും പള്ളിക്കൊക്കെ പോണ ശമ്പളം കിട്ടാനാണ്. അവനാർക്ക് നിസ്കരിച്ചാൽ മതിയെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും മതിയല്ലോ, പക്ഷെ പുറത്തു പോയിട്ട് വരണം ശമ്പളം കിട്ടണേ. അയാൾ വീട്ടിൽ കിടപ്പിലായി, ആ വരുമാനം വരില്ല. മൈ ലൈഫിൽ നമ്മൾ കിടപ്പിലായാലും വരുമാനം വരും. സീനത്താത്തപ്പോ ഗൾഫിൽ പോയിട്ട് ആ 26,000 ആയിരുന്നു ആഴ്ചത്തെ വരുമാനം. അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയതുകൊണ്ട് ആൾക്കാർക്ക് വിശ്വസിക്കാനായി. അവരിവിടെ ഒരു സ്ഥാപനം തുറന്നിട്ടില്ല അന്ന്, നാട്ടിലില്ല അന്ന്, വീട്ടിലില്ല അന്ന്, കുടുംബത്തിലില്ല അന്ന്, ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സമയം. അവിടെ ഗൾഫിൽ ഭർത്താവിനോട് കൂടെ ഇരിക്കുന്ന സമയത്താണ് ആഴ്ചയിൽ 25,000 26,000 വരുന്നത് കാണിച്ചു കൊടുക്കാൻ അവിടെ പറ്റിയത്. അത് ഇന്ന് എന്തെങ്കിലും ചെയ്തു വെച്ചാലേ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്താലേ ഉണ്ടാവുള്ളൂ. നട്ടാൽ നെല്ല് വിളയുമോ പൊട്ട. എടാ, പുല്ല് നട്ടുണ്ടാക്കിയാൽ എങ്ങനെയാ നെല്ല് കിട്ടുക? അതുകൊണ്ട് പുല്ല് നടുകയല്ല നെല്ല് നട്. വെയില് കൊള്ള്, പാടത്ത് കുമ്പിട്ട് കഷ്ടപ്പെട്, വിയർക്ക്. ആ സമയമെങ്കിലും അതിനു വേണ്ടി മാറ്റി വെക്ക്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് യൂറിയൊക്കെ ഒന്ന്, കുറച്ച് ചാണകം, കുറച്ച് ആട്ടും കാട്ടൊക്കെ ഒന്ന് വിതറി കൊടുത്താൽ മതി. പിന്നെ അങ്ങോട്ട് പോവണ്ട. അതിന്റെ പണി അത് ചെയ്തോളും. നീ ഒരു നെല്ലിട്ടിട്ടുണ്ടെങ്കിൽ, മുബീൻ സാറ് പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൂല്യം തരാതെ തിരിച്ചു പോവില്ല. അതായത് ഒരു നെല്ലാണോ നീ ഇട്ടിട്ടുള്ളതെങ്കിൽ അത് 7 കതിറുള്ള ഒരു നെല്ലായിട്ടുണ്ട് വരും. അതിന് 7 ഇതളുകൾ വരും. ഓരോ ഇതളിലും 100 മണികൾ ഉണ്ടാവും. അതിനെ നല്ല പരിപോഷിപ്പിക്കണം, അല്ലെങ്കിൽ 45 മണിയായി ചുരുങ്ങും. ഓരോന്നിമേ 100 ആക്കണമെങ്കിൽ ഖുർആനിൽ തന്നെ പറഞ്ഞത് ഓരോ ഇതളിലും 100 മണികൾ ഉണ്ടാക്കാം എന്നാണ്. അതിനാണ് 1-ന് 700 എന്ന് പറഞ്ഞത്. 1 കുഴിച്ചിട്ടപ്പോ 7 ഇതളുണ്ടായി, ഓരോ ഇതളിലും 100 ആയി. അങ്ങനെ 1-ന് 700 ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ലീഡർ സംസാരിച്ചു മിഞ്ഞാന്ന്. അയാൾ പറഞ്ഞത് MLM ഒക്കെ ഇവിടുന്ന് എടുത്തു പോകണം. എന്നിട്ട് ഞാൻ പറഞ്ഞ എന്റെ ഉടായ്പ് കൊണ്ടുവരാനാണോ ചോദിച്ചു. MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നിയമപരമല്ലേ സുഹൃത്ത്? ഞാൻ ഉടനെ തന്നെ മൊബൈൽ സെർച്ച് ചെയ്ത് കേരള കൺസ്യൂമർ അഫയേഴ്സ് ഗവൺമെന്റിന്റെ ആ ഒരു എംബ്ലത്തോടു കൂടി, 2 ആനങ്ങനെ നിൽക്കുന്ന എംബ്ലത്തോടു കൂടി കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഓൺ ചെയ്ത്, കേരള കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റ് ഓൺ ചെയ്ത് ഞാൻ പറഞ്ഞു, ഇതാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് MLM നിയമവിധേയമാണ്, ഗവൺമെന്റ് സൈറ്റിലാ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2nd ഇയർ BCom പാഠ്യ വിഷയമാണ്. അനക്കത് ഉടായ്പായി തോന്നിക്കണമെങ്കിൽ നീയാണ് ഉടായ്പ്, ഞങ്ങളല്ല ഉടായ്പ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ MLM ആണോ? അല്ല, MLM അല്ല. ഡയറക്ട് സെല്ലിംഗ് ആണോ? ഡയറക്ട് സെല്ലിംഗ് അല്ല. നിങ്ങൾ ഇന്ത്യയിൽ തന്നെ അല്ലേ ജീവിക്കണത്? എന്നാ അതുകൊണ്ടാണ് നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത്. അല്ലാതെ എന്തല്ല, ഞങ്ങളുടെ ലെവലിൽ പോയിട്ട് പൂട്ടലുണ്ടായിട്ടില്ല. ഏത് കൊറോണ സമയത്തും നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? ടാക്സ് അടക്കാൻ പറ്റിയിട്ടുണ്ട്, ഗവൺമെന്റിനുള്ള GST അടക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് വരെ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അതാണ് 2019-ലും 2022-ലും 2024-ലും ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് എക്കണോമിക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സർവേയിൽ നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ട്? റീപർച്ചേസിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ ഏതാണെന്നുള്ള സർവേയില് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങി ഉപയോഗിക്കുകയും ചോദിച്ചുപയോഗിക്കുകയും വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രൊഡക്റ്റ് എലമെന്റ്സ് വെൽനെസിൻ്റെതാണെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ്.